أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم بالفتح والإمداد والإرشاد ثبتت قواعد شيخنا الحداد. استجمعوا السر الذي اتصفت به أسيافه وخليفة الأجداد. فجميع من سلك الطريقة بعده مستسبحون بنوره المفقاد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اللهم صل وسلم وبارك عليه. ബഹുമാനിതരായ സഹോദരന്മാരെ, ലോകപ്രസിദ്ധ പണ്ഡിതന്മാരിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന മഹാനരാണ് ശൈഖുനാ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു മഹാനവറുകളുടെ ആണ്ട് നടന്നത്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്നാൽ മുസ്ലിംകളായ സുന്നികളായ ഏകദേശം ആളുകൾക്കൊക്കെ പരിചയമുള്ള ഒരു പേരാണ് ഹദ്ദാദ് റളിയല്ലാഹു. ഇശാ നിസ്കാരത്തിന് ഒരാള് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നു. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. രാവിലെ അത്യാവശ്യത്തിന് മാംസം വേണമെന്ന് ഭാര്യ പറഞ്ഞപ്പോ മാർക്കറ്റിൽ പോയി ബീഫ് വാങ്ങി ഇറച്ചി വാങ്ങിയിട്ടാണ് അയാൾ ഇശാ നിസ്കാരത്തിന് ആ വായി കൊടുത്തിട്ടാണ് ഇശാ നിസ്കാരത്തിന് വന്നത്. കയ്യിലുള്ള ഉറ പള്ളിന്റെ സൈഡിൽ ആ ഭാഗത്ത് വെച്ചു. ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. പള്ളിന്റെ പുറത്ത് ചെരുവിൽ വരാന്തയിൽ ഈ മാംസം അടക്കുന്ന ഈ ഉറ അദ്ദേഹം അവിടെ വെച്ചിട്ട് ഇശാ നിസ്കാരത്തിൽ പങ്കെടുത്തു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വീട്ടിൽ ഭാര്യയുടെ കയ്യിൽ കൊണ്ടുവന്ന സാധനങ്ങളും മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ അടക്കമുള്ള സാധനങ്ങൾ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാവിലെ ചായക്ക് മാംസം കറി വെക്കാൻ ചാറ് വെക്കാൻ വേണ്ടി നോക്കുമ്പോ എത്ര മുറിച്ചിട്ടും മാംസം മുറിയുന്നില്ല. അന്ന് ഫ്രിഡ്ജൊന്നുമില്ലല്ലോ. ഫ്രിഡ്ജിലാണെങ്കിൽ കട്ട പിടിച്ചിട്ടാണ് നോക്കാം. അത് കുറച്ചു നേരം വെള്ളത്തിലിട്ടാൽ തിന്നാൻ പറ്റും. പക്ഷെ ഇത് കുറെ കാലങ്ങൾക്ക് മുമ്പാണ് നടന്ന സംഭവമാണ്.
അദ്ദേഹത്തിന്റെ ഭാര്യ പരമാവധി ശ്രമിച്ചു നോക്കി ഒന്ന് മുറിക്കാൻ. പക്ഷേ ഈ മാംസം മുറിക്കാൻ സാധിക്കുന്നില്ല. കത്തി മൂർച്ച കൂട്ടി നോക്കി, കത്തിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നലെ വരെ മുറിച്ചിരുന്ന ഉപകരണമാണ്, ഒരു കുഴപ്പമില്ല. ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, അല്ല നിങ്ങൾ എന്ത് മാംസം അങ്ങനെ കൊണ്ടുവന്ന്, ഇത് മാംസം തന്നെയല്ലേ, അതോ മാംസത്തിന്റെ രൂപത്തിലുള്ള വല്ല കല്ലോ കരിങ്കല്ലോ മറ്റോ ആണോ ഇത്? എന്താ മുറിച്ചിട്ട് മുറിയുന്നില്ലല്ലോ. ഭർത്താവ് പറഞ്ഞു, ഇന്നലെ മാംസം കൊണ്ടുവന്ന ആള് പറഞ്ഞു, ഞാനത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാംസം തന്നെയാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അദ്ദേഹം നേരെ മാർക്കറ്റിൽ പോയി. അങ്ങാടിയിൽ മാർക്കറ്റിൽ ചെന്നു. മാർക്കറ്റിൽ ചോദിച്ചു, അല്ല എന്താ നിങ്ങള് ഇന്നലെ ഞങ്ങളെ മാംസം വാങ്ങി, ബീഫ് വാങ്ങി, എന്ത് ബീഫാ നിങ്ങൾ തന്നത്? അത് പറഞ്ഞു, എന്താ എല്ലാവർക്കും കൊടുത്ത ബീഫിന്റെ ബാക്കി ഇന്നലെ നോക്കുന്നുണ്ട്. എന്തേ പ്രശ്നം? അത് മുറിച്ചിട്ട് മുറിയുന്നില്ല. അത് കത്തി കൊണ്ട് വെട്ടി നോക്കിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെ അത് മുറിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. മാർക്കറ്റിൽ നിന്ന് ആള് പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞങ്ങൾ തന്നത് നല്ല മാംസം തന്നെയാണ്. ഇനി ആളുകൾ നിങ്ങളെ പറ്റിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം ചെയ്തു, ഇന്നലെ രാത്രി ഞാൻ എന്താ ചെയ്തു കൊടുത്തവനെ, ഇന്നലെ രാത്രി മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്നപ്പോ പിന്നെ നേരെ ആ ഉറ പിടിച്ചിട്ട്, മാംസം അടങ്ങുന്ന ഉറ പിടിച്ചിട്ട് ഞാൻ പള്ളിക്കാണ് പോയത്. പള്ളിയിൽ നിന്ന് വീട്ടിലേക്കാണ് പോയത്. അതിന്റെ അടിയിൽ പിന്നെ അവിടെ ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഇനി പള്ളിയിൽ കൂടി ചോദിച്ചു നോക്കാം എന്ന് തീരുമാനിച്ച മനുഷ്യൻ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ഇശാഇസ്കാരത്തിന് പള്ളിയിൽ ഉസ്താദ് നേതൃത്വം നൽകാൻ ഉസ്താദ് പള്ളിയിലുണ്ടായിരുന്നു. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, ഞാൻ ഇന്നലെ രാത്രി ഇശാഇസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കാൻ വരുമ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബീഫ് അടക്കമുള്ള സാധനങ്ങൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എന്റെ ഭാര്യയുടെ കയ്യിൽ ഇത് മുറിക്കാൻ ഏൽപ്പിച്ചപ്പോ എത്ര മുറിക്കാൻ ശ്രമിച്ചിട്ടും അത് മുറിക്കാൻ സാധിക്കുന്നില്ല. ഉസ്താദ് ചോദിച്ചു, നീ ഇന്നലെ ഏത് നിസ്കാരത്തിനാ പള്ളിയിൽ വന്നത്? ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇന്നലെ നിസ്കാരത്തിനാണ് പള്ളിയിൽ വന്നത്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഇശാ നിസ്കരിച്ചിട്ടാണോ നീ വീട്ടിൽ പോയത്? അല്ല ഉസ്താദ്, ഇശാ നിസ്കരിച്ചതിന് ശേഷം ഹദ്ദാദ് കൂടി കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ പോയിട്ടുള്ളൂ. ഉസ്താദ് പറഞ്ഞു, എന്നാൽ ആ മാംസം നീ മുറിച്ചാലും മുറിയില്ല. ആ മാംസത്തിൽ കത്തി കൊണ്ടുള്ള ഒരു പ്രയോഗവും അതിൽ നടക്കുകയില്ല. കാരണം അത് ഹദ്ദാദ് നടന്ന സദസ്സിൽ വെച്ച മാംസമാണ്. ഹദ്ദാദ് നടക്കുന്ന പള്ളിയുടെ നേരെ പുറത്ത് വെച്ച മാംസമാണ്. ആ മാംസം ഉള്ള സദസ്സിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ ചൊല്ലിയ സദസ്സിൽ വെച്ച മാംസമാണത്. ആ മാംസം മുറിച്ചാൽ മുറിയുന്ന പ്രശ്നമില്ല. ഇതിന്റെ കാരണം തേടിക്ക് മാർക്കറ്റിൽ പോകണ്ട, അത് അദ്ദാദിന്റെ സദസ്സിൽ വെച്ചു എന്നുള്ളതുകൊണ്ടാണ്. അത് മുറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? ബിസ്മില്ലാഹില്ലദീ, പടച്ച റബ്ബിന്റെ പേര് കൊണ്ട് ഞാനിതാ എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാവൽ ചോദിക്കുന്നു. അള്ളാഹിന്റെ പേര് കൊണ്ട് ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു. ബിസ്മില്ലാ, റബ്ബിന്റെ പേര് കൊണ്ടാണ് ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നത്. അല്ലദീ ലാ യദുറു മഅസ്മിഹി, ആ റബ്ബിന്റെ പേര് കൊണ്ട് ഒരാൾ കാവൽ ചോദിച്ചാൽ, ആ റബ്ബിന്റെ പേര് കൊണ്ട് ഒരാൾ പേര് കൊണ്ട് കാവൽ ചോദിച്ചാൽ, ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് ഒരാൾ കാവൽ ചോദിച്ചാൽ, ആകാശത്ത് നിന്ന് അടിയിലേക്ക് ഇറങ്ങി വരുന്നതോ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് മുളച്ചു പൊങ്ങുന്നതോ ആയ ഒരു ഉപദ്രവവും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇടങ്ങേറും ഒരാളെയും ബാധിക്കുകയില്ല. ആ കാവൽ ചോദിച്ച ആളെ ബാധിക്കുകയില്ല എന്ന ബർക്കത്തുള്ള, എന്ന കവചമുള്ള, എന്ന സംരക്ഷണമുള്ള അള്ളാന്റെ ഇന്നുകൊണ്ട്, അള്ളാന്റെ പേരുകൊണ്ട് ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. ഈ സദസ്സിലാണ് എന്ത് കൊണ്ടുവന്നിട്ടത്?
മാംസം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അതിൽ കത്തി ഏൽക്കാൻ പറ്റുമോ? കത്തി ഏൽക്കാൻ പറ്റൂലല്ലോ അതിൽ. കാരണം അത് അള്ളാഹുവിന്റെ കാവലിലാണ്. ഈ ദിക്റിലിരിക്കുന്ന സദസ്സിലാണ് ഹദ്ദാദ് റാത്തിബ് എന്ന് നമ്മൾ പറയുന്ന ഹദ്ദാദ് ചൊല്ലുമ്പോ ഈ സദസ്സിലാണ് നമ്മൾ വന്നിരിക്കേണ്ടത്. പിന്നെ ആ മനുഷ്യന്റെ ശരീരത്തിൽ അസുഖങ്ങളില്ല, ആ മനുഷ്യന്റെ ശരീരത്തിൽ രോഗത്തിന്റെ വൈറസുകളില്ല, ആ മനുഷ്യന്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതോ ഇനി വരാൻ സാധ്യതയുള്ളതോ ആയ ഒരു അസുഖവും ഒരു പ്രയാസവും അയാളുടെ ശരീരത്തിൽ ഏൽക്കുകയില്ല. ഈ ദിക്ർ മര്യാദക്ക് ചൊല്ലണം. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഹദ്ദാദ് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് ഹദ്ദാദ്, അല്ലെ? ഹദ്ദാദ് എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്. ഹദ്ദാദ് എന്നാൽ പേരല്ല. എന്താണ് ഹദ്ദാദിന്റെ അർത്ഥം? ഹദ്ദാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇരുമ്പിന്റെ കൊല്ലപ്പണി എടുത്തു നോക്കാൻ എന്താ പറയല്? ഇരുമ്പിന്റെ കൊല്ലപ്പണി എടുക്കും, ഇല്ലേ? പെരുങ്കൊല്ലൻ, അതാണ് ഹദ്ദാദ് എന്ന വാക്കിന്റെ അർത്ഥം. ഹദ്ദാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? പെരുങ്കൊല്ലൻ എന്നാണ്. നമ്മൾ ഹദ്ദാദ് റാത്തിബ് പറയലുണ്ടല്ലോ, ആ വാക്കിന്റെ അർത്ഥം പെരുങ്കൊല്ലൻ. എന്താ പഠിച്ചാൽ ഒരു മനുഷ്യന് ഹദ്ദാദിന് പേരിടും? പെരുങ്കൊല്ലം ഒരാൾക്ക് പേരിടുവോ? പേരിടും. കൽബിനെ എന്ത് ചെയ്തു അദ്ദേഹം? മഹാനവറുകൾ മനുഷ്യന്റെ ഹൃദയത്തെ പെരുങ്കൊല്ലം ചെയ്യുന്ന അതേ പണി ചെയ്ത് കൽബിനെ ശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് ആ പേര് വെച്ചത്. പെരുങ്കൊല്ലന്റെ പണി എന്താ? എന്താ പെരുങ്കല്ലൻ ചെയ്യുന്നത്? പെരുങ്കല്ലന്റെ അടുത്തേക്ക് ആളുകൾ തുരുമ്പ് പിടിച്ച കത്തിയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അല്ലെങ്കിൽ മൂർച്ച കുറഞ്ഞു പോയ നമ്മുടെ കല്ല് ചെത്താൻ ഉപയോഗിക്കുന്ന, അല്ലെ, കല്ല് ചെത്തുന്ന ആ ട്രാക്ടറിന്റെ അതിന്റെ ടയർ കണ്ടിട്ടില്ലേ ചൂടാക്കുന്നത്? ആ ട്രാക്ടറിന്റെ അതിനുപയോഗിക്കുന്ന ചക്രത്തിന്റെ മൂർച്ച തേഞ്ഞു പോയാൽ, കല്ല് ചെത്താൻ ഉപയോഗിക്കുന്ന കോറിയിൽ കല്ല് ചെത്താൻ ഉപയോഗിക്കുന്ന ട്രാക്ടറിന് ഇട്ട് കൊടുക്കുന്ന ടയർ അതിന്റെ പല്ലിന്റെ മൂർച്ച കുറഞ്ഞു പോയാൽ കൊണ്ടുപോകുന്നത് ഇൻഡസ്ട്രിയിലേക്കാണ്. ഇന്ന് ഇൻഡസ്ട്രിയാണ് അതിനുള്ളത്. കുറെ മുമ്പ് കാലത്ത് പെരുങ്കൊല്ലന്റെ അടുത്തേക്കാ കൊണ്ടുപോവുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മഗ്ഗിന്റെ ടാങ്ക്, മഗ്ഗുണ്ടായി എന്ന് പറയും, ഇല്ലേ? അല്ലെങ്കിൽ പിക്കാത്ത്, കൈക്കോട്ട്, ഇതൊക്കെ മൂർച്ച കുറഞ്ഞു പോയാൽ, അതിന്റെ വായ മുറിഞ്ഞു പോയാൽ അത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് പെരുങ്കൊല്ലന്റെ സമീപത്താണ്. പെരുങ്കൊല്ലന്ത് ചെയ്യും? ആ പെരുങ്കല്ലന്റെ സമീപത്തിൽ ഉലയുണ്ട്. ഉല എന്നാ പറയാ. ഒരു പ്രത്യേകമായ ടയറിന്റെ വീപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉലയിൽ ചൂടാക്കിയിട്ട് തീ കത്തിക്കുകയും ആ തീയിലേക്ക് നമ്മുടെ ഉപകരണം, തുരുമ്പ് പിടിച്ച അല്ലെങ്കിൽ വായ പോയ ഉപകരണം ആ തീയിലേക്ക് വെച്ചു കൊടുക്കുകയും ചൂടാക്കി അതിനെ ശക്തമായ ടെമ്പറേച്ചറിൽ, താപനിലയിൽ ചൂടാക്കി കൊണ്ടുവരികയും നല്ല ചൂടാകുമ്പോൾ അതിനെ പെട്ടെന്ന് ചുറ്റുകയെടുത്ത് അടിച്ച് ശരിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ശരിയായാൽ ഉടനെ വെള്ളത്തിൽ മുക്കുന്നു. അതല്ലേ സാധാരണ പെരുങ്കൊല്ലൻ ചെയ്യുന്നത്? വെള്ളത്തിൽ മുക്കിയാൽ എങ്ങനെ കേൾക്കാം, അല്ലേ? അങ്ങനെ വെള്ളത്തിൽ മുക്കി അതിനെ നല്ല മൂർച്ചയുള്ള ഉപകരണമാക്കി അതിന്റെ മുകളിലുള്ള തുരുമ്പ് നീക്കം ചെയ്യുന്നു, അതിന് മൂർച്ച കൂട്ടുന്നു. ഇതേ പണിയാണ് കൽബിന്റെ പെരുങ്കൊല്ലന്മാർ ചെയ്യുന്നത്. ഹൃദയത്തിന്റെ പെരുങ്കല്ലൻ എന്താ ചെയ്യുന്നത്? മനുഷ്യന്റെ കൽബിൽ നിറയെ പാപങ്ങളാണ്, മനുഷ്യന്റെ കൽബിൽ നിറയെ മഫ്ലത്തുകളാണ്, തൂക്കുല്ലതാണ്, ഹിജുബുകളാണ്, മഹാനികളാണ്, ചെയ്തുപോയ കിബറുകളും അഹങ്കാരങ്ങളും അസൂയകളും തുടങ്ങിയുള്ള സർവ്വ ദുസ്വഭാവങ്ങളും വരുന്നത് കൽബിൽ നിന്നാണ്. ഒരു ഇരുമ്പ് എത്രമാത്രം തുരുമ്പ് പിടിക്കുമോ അതിന്റെ 100 ഇരട്ടിയാണ് മനുഷ്യന്റെ കൽബ് തുരുമ്പ് പിടിക്കുക. ആ തുരുമ്പ് പിടിച്ച കൽബിനെ അതിനെ ഉലയിലിട്ട് ചൂടാക്കി പരുവപ്പെടുത്തി മൂർച്ച കൂട്ടി ശുദ്ധീകരിച്ച്
മുഴുവൻ അഴുക്കുകളും നീക്കം ചെയ്യുന്ന പണിയാണ് ഖൽബിന്റെ പെരുങ്കല്ലെന്മാർ ചെയ്യുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നൂറ്റാണ്ടിന്റെ മുഴുവൻ ആളുകൾ, ഒരു നൂറ്റാണ്ടിൽ ജീവിച്ച 1100 ജീവിച്ച ആളുകളുടെ മുഴുവൻ ഖൽബിന്റെ എല്ലാ കറകളും തുരുമ്പും നീക്കം ചെയ്ത് ഖൽബിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുത്ത മഹാപണ്ഡിതനാണ്, സൂഫി വര്യനാണ്, ഔലിയാക്കളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് ശൈഖുനാ അൽ ഇമാമുൽ അല്ലാമ അബ്ദുല്ലാഹിൽ ഹദ്ദാദ്. 1032 മഹാനവകൾ 1132 732 മരിച്ചു. 88 വയസ്സാണ്. 1132 മരണം. എന്നാൽ 12ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്നാ പറയുന്നത്. 12ാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവ്. ആ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളെ ആത്മീയമായി സംസ്കരിച്ചെടുത്ത ആളുകൾ നാം പറഞ്ഞ പഞ്ചാബിലേക്ക് സിയാറത്ത് പോയപ്പോ പഞ്ചാബിൽ സർഹിന്ദ് എന്ന സ്ഥലം അത് അറിയപ്പെടുന്ന സ്ഥലത്ത്, ആ സർഹിന്ദിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാന് അഹമ്മദ് ഫാറൂഖി സർഹിന്ദി എന്ന നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ സ്ഥാനപ്പേരെന്താണ്? മുജദ്ദിദുൽ അൽമിദാനി. 12ാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവുന്നാണ്. അത് ഇന്ത്യയിലെ പരിഷ്കർത്താവ്. എന്നാൽ ഒന്നുകൂടി വിശാലമായ അറേബ്യൻ ലോകത്തെ മുഴുവൻ പരിഷ്കർത്താവെന്ന് അറിയപ്പെടുന്ന മഹാനാണ് ആര്? 12ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്. ആത്മീയ സംസ്കാരവും ആത്മീയമായ പരിഷ്കാരവും നടപ്പിലാക്കിയ മഹാൻ. അല്ലാഹു തആല ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാണ്. നമുക്കും കോലമില്ലാതെ 4ാമത്തെ വയസ്സിലാണ് ഖുർആൻ മനഃപ്പാഠം. നമ്മളെ കുട്ടികൾ മദ്രസ കുട്ടി മാസത്തോളം കുട്ടികൾക്ക് അരികുമ്പാവ് ഓതാൻ കഴിയുമോ? 4ാമത്തെ വയസ്സിൽ ഇല്ല. പക്ഷെ ആ 4ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠാക്കിയത് എങ്ങനെ? 4ാമത്തെ വയസ്സിൽ മൂലക്കുരു ബാധിച്ചിട്ട് കണ്ണിന്റെ സർവ കാഴ്ചയിൽ പോയി. 4ാം വയസ്സ്. ആ കാഴ്ചയില്ലാത്ത മനുഷ്യനാണ് ഖുർആൻ മനഃപ്പാഠം. അരികുമ്പാവ് എഴുതി പഠിച്ചിട്ടില്ല നമ്മളെ കുട്ടികൾ. ആ വയസ്സിൽ കണ്ണിന്റെ കാഴ്ച പോയി. അതിന്റെ ശേഷം ഖുർആൻ മനഃപ്പാഠം. കണ്ണിന്റെ കാഴ്ച പോയാൽ പിന്നെ ഇല്ലേ വായിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇത് പ്രയാസമുണ്ട്. ഇന്ന് ബ്രെയിനി ലിപിയുണ്ട്. ആ ലിപി എന്നുണ്ടോ? വേറെ ആള് ഓതി കൊടുക്കണം, എന്നാലേ ഇപ്പൊ ഓതാൻ പറ്റുള്ളൂ. അതന്നെ ഈ ചെറിയ കുട്ടിയാണ്. ആലോചിച്ച് നോക്കണം. എല്ലാമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ നാട്ടിൽ 4ാം വയസ്സിൽ കുട്ടിക്ക് കണ്ണിന്റെ കാഴ്ച പോയാൽ ഖുർആൻ മനഃപ്പാഠാക്കൽ പോയിട്ട് ഇല്ലേ മദ്രസക്കും സ്കൂൾക്കും പോവോ? ആ പ്രായത്തിലാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്. അതിന്റെ ശേഷം പിന്നെ ജീവിതത്തിൽ കണ്ണിന്റെ കാഴ്ച ഇല്ലാതെയാണ് ജീവിതത്തിൽ മഹാനവറുകൾ ഇത്രയും വലിയ വിപ്ലവം നടത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ചില ആളുകൾ ചോദിക്കുന്ന സംശയം, ചില ആളുകൾ സംശയം നബിതങ്ങൾ ഹദ്ദാദ് ചൊല്ലിക്കണോ? നമ്മളിപ്പോ ഇശായിന്റെ ശേഷം റമളാൻ മാസത്തിൽ ഇശായിന്റെ ശേഷം റമളാൻ മാസത്തിൽ ഇശായിന്റെ മുമ്പ് റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഇശായിന്റെ ശേഷമാണ് എന്ത് ചെല്ലേണ്ടത്? ഹദ്ദാദ് ചെല്ലേണ്ടത്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ എന്താ ഹദ്ദാദ് നമ്മൾ ചെല്ലേണ്ടത്? ഫാത്തിഹ ഓതിയോ? അത് നബിതങ്ങൾ ചെയ്തതാണ്. നബിതങ്ങൾക്കല്ലേ ഫാത്തിഹ ആക്കി കൊടുത്ത്. ഇവൻ ചോദിക്കാറ് നബിതങ്ങൾ ഹദ്ദാദ് ചൊല്ലിക്കണോ? നബിതങ്ങൾ ഫാത്തിഹ അല്ലെ? ഹദ്ദാദിന്റെ ആദ്യത്തിൽ ഫാത്തിഹ, പിന്നെന്താ നമ്മളെ ചെല്ലല്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. അത് അൽബഖറ അല്ലേ? ഇപ്പൊ നബി ചെയ്തോളോ ചോദിക്കണോ? ഖുർആനല്ലേ? പിന്നെ നമ്മളെന്താ ചെല്ലല്? ആയത്തുൽ കുർസി, പിന്നെ ആമന റസൂൽ. ഇതൊക്കെ പറ്റി നബിതങ്ങൾ ചെയ്തോളോ ചോദിച്ചാൽ അവന്റെ ശരിക്ക് കുറിച്ച് പഠിച്ചത് അല്ലേ? ഇപ്പൊ ഖുർആനല്ലേ? പിന്നെ നമ്മളെ ഹദ്ദാദിൽ എന്താ ചെല്ലല്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ. 3 വട്ടം. ഇശായും മഗ്‌രിബിന്റെയും സുബഹിന്റെയും ശേഷം 10 വട്ടം നമ്മൾ ഇത് ചെല്ലല് ചെയ്യും. നബിതങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ പിന്നെ അത് 3 വട്ടം ചെല്ലുന്ന തെറ്റ് എങ്ങനെ പറയുന്നത്? അതിന്റെ ശേഷം എന്താ ചെല്ലണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് പെരുന്നാൾ നിസ്കാരത്തിൽ നമ്മൾ നബിതങ്ങൾ ചെല്ലാൻ പഠിപ്പിച്ച ദിക്റല്ലേ?
തസ്ബീഹ് നിസ്കാരത്തിൽ 300 വട്ടം ചെല്ലേണ്ട ദിക്റല്ലേ? ഇതിലെവിടെ തെറ്റുള്ളത്? ഹദ്ദാദ് റാത്തീബ് നിഗ്രഹങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ ഹദ്ദാദിലുള്ള ദിക്റൊക്കെ ചെല്ലാൻ പറഞ്ഞതാണ്. പിന്നെ അതിന്റെ ശേഷം എന്താ ചെല്ലണേ? സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. സ്വഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസാണ് ഈ തസ്ബീഹ്. സ്വഹീഹുൽ ബുഖാരി ലോകത്ത് ആരെങ്കിലും തള്ളോ? മുസ്ലിമായ മനുഷ്യൻ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കണ ഒന്നാമത്തെ കിതാബ് ഏതാ? ബുഖാരിയാണ്. ആ ബുഖാരിയിലെ അവസാനത്തെ ഹദീസാണെന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അല്ലാഹു പറ്റൂ. പിന്നെ ഏതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി റബ്ബനാ ഇഗ്ഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇതിലെവിടെ തെറ്റ്? റബ്ബനാ ഇഗ്ഫിർ ലനാ പുറത്തുണ്ട് റബ്ബേ, വതുബ് അലൈനാ തൗബ സ്വീകരിക്കണം റബ്ബേ, ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم صل على محمد اللهم صل عليه صلاة آمنا بالله واليوم الآخر تبنا إلى الله باطنا يا ربنا وعفنا അതിന് മുമ്പത്തെ ഔദി കലിമാത്തില്ലാഹി താമത്തി മൂന്നുണ്ട്. ബിസ്മില്ലാഹ്. ഇതെല്ലാം നിബിധങ്ങൾ പല സന്ദർഭങ്ങളിൽ ചെല്ലാൻ പറഞ്ഞതാണ്. എന്താണ് ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ നിബിധങ്ങൾ എഴുതി വെച്ചതാ? ആരാ എഴുതി വെച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ ആരെഴുതി വെച്ചിട്ടില്ല? മുത്തുനബി എഴുതി വെച്ചിട്ടില്ല. മറിച്ച് അത് സ്വഹാബത്ത് മനഃപ്പാടമാക്കിയതാണ്. ഒട്ടകത്തിന്റെ തോലിലും എല്ലിലും അതുപോലെ തന്നെ ഓടിന്റെ കഷ്ണങ്ങളിലുമൊക്കെയാണ് ഖുർആൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു യുദ്ധം നടന്നപ്പോ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളീങ്ങൾ യുദ്ധത്തിൽ കുറെ ആളുകൾ മരിച്ചുപോയി. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളീങ്ങൾ മരണപ്പെട്ടു പോയാൽ പിന്നെ ഖുർആൻ നമുക്ക് നിലനിൽക്കൂല. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഖുർആൻ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഖുർആൻ സമാഹരിച്ചേ പറ്റൂ, അത് ശേഖരിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഖുർആൻ സമാഹരിക്കണമെന്ന് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഹദ്ദാദ് റാത്തീബ് നിബിധങ്ങൾ സമാഹരിച്ചതാണോ ചോദിച്ചാൽ അപ്പൊ തിരിച്ചെന്ത് ചോദിക്കണം? ഖുർആൻ നിബിധങ്ങൾ സമാഹരിച്ചതാണോ തിരിച്ചു ചോദിച്ചാൽ മതി. മറുപടി ഉണ്ടാവില്ല. നിബിധങ്ങൾ സമാഹരിച്ചതല്ലല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സമാഹരിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരെ കാര്യങ്ങൾ പിടിക്കും അല്ലെ, നമ്മളെ കൂട്ടത്തിൽ പെടുത്തിയില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങളുടെ കാലത്തല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സമാഹരിച്ചതെന്നതുപോലെ ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനിലെ ആയത്തുകളും എല്ലാം നബിതങ്ങൾ വെച്ചെല്ലാം പറഞ്ഞതാണ്. പിൽക്കാലത്ത് വന്ന മഹാന്മാർ അത് ചൊല്ലി പഠിപ്പിച്ചതാണ്, സമാഹരിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. മഹാനരായ ഹദ്ദാദ് തങ്ങൾ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ എങ്ങനെ വന്നതല്ലോ, ആ മനുഷ്യന്റെ നേരത്തെ മുഴുവൻ മുറിയാണ്. അരീമലും കാലിന്റെ അവസ്ഥ മുറി, ശരീരം മൊത്തം അടി കിട്ടിയിട്ടാ മുറിയേക്കുന്നത്. മുറി വന്നത് അടിച്ചുകൊണ്ട് ആൾക്കാർ തച്ചിട്ട് മുറിയാണ്. ആ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങളെ, എന്റെ ശരീരത്തിലേക്ക് കാണുന്ന മുറി എങ്ങനെയാണെന്നറിയോ? ആളുകൾ അടിക്കിട്ടാണ്, എനിക്ക് അടി കിട്ടിയിട്ട് വന്ന മുറിവാണ്. അപ്പൊ ചോദിച്ചു, എങ്ങനെയാ മോനെ നിന്റെ ശരീരത്തിൽ ഇത്രയും കൂടുതൽ മുറിവ് വന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകളെ കയ്യിൽ നിന്ന് കടം വാങ്ങി. ആളുകളെ കയ്യിൽ നിന്ന് കടം വാങ്ങി അല്ലെ? നമുക്ക് കടം വാങ്ങേണ്ടി വരില്ലേ? അല്ലാഹു തആല ഹലാലായ നിരക്ക് സാമ്പത്തിക ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരുമാറാണ്, കടങ്ങളൊക്കെ ഹലാലായ മാർഗത്തിലൂടെ വീട്ടി തരുമാറാണ്. ഞാൻ ആളുകളെ കയ്യിൽ നിന്ന് കുറെ പൈസ കടം വാങ്ങി, അത്യാവശ്യത്തിന് കടം വാങ്ങി. പക്ഷെ പറഞ്ഞ ഡേറ്റിലും പൈസ തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. പറഞ്ഞ തീയതിക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. എന്ത് ചെയ്യും? മുങ്ങാൻ പറ്റുമോ? ഇപ്പൊ ഷെയർ ബിസിനസ്സുകാർ മുഴുവൻ മുങ്ങാൻ. 1 ലക്ഷം, 10 ലക്ഷം, 7 ലക്ഷം, 5.5 ലക്ഷം ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയിട്ട് ഓൻ എന്ത് ചെയ്യണത്? മുങ്ങാൻ. ഓൻ എവിടെ പോകും? മരിച്ചതോടുകൂടി കഴിഞ്ഞില്ല അവന്റെ കഥ. ആ പൈസ മുഴുവൻ പിന്നെ ആരോട് പൊരുത്തപ്പെടിയിക്കും കഴിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ പറയാണ്, തങ്ങളോട് പറയാണ്, ഹദ്ദാദ് തങ്ങളെ,
ഞാൻ കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെങ്കിലും എനിക്ക് കടം വീട്ടാൻ സമയമായപ്പോൾ കടം വീട്ടാൻ സാധിച്ചില്ല. എന്റെ ഉമ്മ എന്റെ മക്കളുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഇടയിൽ വെച്ചിട്ട് എന്റെ കടക്കാർ എന്നെ പരസ്യമായി തല്ലി മുറിവേൽപ്പിച്ചു, പരിക്ക് വരുത്തി. എന്റെ ശരീരത്തിൽ ആ കാണുന്ന മുറിവുകളെല്ലാം ഞാൻ ആരെ കയ്യിൽ നിന്നാണോ കടം വാങ്ങിയത് അവർ എന്റെ ശരീരത്തിൽ വരുത്തിയ മുറിവാണ്, എന്നെ പരിക്കേൽപ്പിച്ചതാണ്. പരസ്യമായി മക്കളുടെയും വീട്ടുകാരുടെയും മുന്നിലിട്ട് അങ്ങാടിയിലിട്ട് പരസ്യമായി അടിച്ച് മുറിവേൽപ്പിച്ചാൽ എത്ര അപമാനമാണ്. ഇതിനെന്തെങ്കിലും നിങ്ങൾ പരിഹാരം പറഞ്ഞു തരണം, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം. അവര് തച്ചത് പോയിട്ട് ന്യായമുണ്ട്. കാരണം പൈസ തിരിച്ചു കൊടുക്കേണ്ട സമയത്തിന് തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ, പണം തിരിച്ചു കൊടുക്കാൻ പ്രയാസമായപ്പോൾ അവർ തല്ലിയതാണ്. എന്റെ കടം ഹലാലായ മാർഗത്തിലൂടെ വീട്ടാൻ എന്താണ് മാർഗം? ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞു, നീ നാളെ വാ, ഇന്ന് കഴിഞ്ഞിട്ട് നാളെ വാ, പരിഹാരം നാളെ ഞാൻ പറഞ്ഞു തരാം. നാളെ വരാൻ വേണ്ടി പറഞ്ഞു. അന്നത്തെ രാത്രിയിൽ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ രാത്രി കടന്നുറങ്ങുകയാണ്. ഉറക്കത്തിലതാ സ്വപ്നത്തിൽ കാണുന്നു ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം, സ്വപ്ന ദർശന സൗഭാഗ്യം. ഹബീബുൽ വറ വസയ്യിദുൽ വുജൂദി വൽ കായിനാതി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. തങ്ങളെയാണല്ലോ ഒരു മനുഷ്യന് സ്വപ്നത്തിൽ കാണാൻ പറ്റുമെങ്കിൽ, കാണാൻ സാധിക്കുമെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യം നബിതങ്ങളെ കാണാനാണ്. മുത്തുനബിയെ കാണുന്നു, നബിയോട് ചോദിക്കുന്നു, തങ്ങളെ എന്റെ സമീപത്ത് ഇന്നലെ ഒരു മനുഷ്യൻ വന്നു, ആ മനുഷ്യൻ പ്രയാസത്തിലാണ്, കടത്തിലാണ്, മനുഷ്യന്റെ ശരീരം മുഴുവൻ പരിക്ക് പറ്റിയിട്ടുണ്ട്, കടക്കാർ അടിച്ചു മുറിവേൽപ്പിച്ചതാണ് തങ്ങളെ, അവൻ നാളെ തിരിച്ചു വരാനാണ് അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത്? ലോകത്താരെങ്കിലും പരിഹാരം ചോദിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ ഒരാളെയും പരിഹാരം ഇല്ലാതെ മടക്കി അയക്കാത്ത, ലോകത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന്റെ പറുദീസ നിശ്ചയിച്ച ഹബീബ് സയ്യിദുൽ വജൂദി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരം നിർദ്ദേശിച്ചു. ആ മനുഷ്യനോട് നീ എന്നും രാത്രി ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഫാത്തിഹ ഓതാൻ പറയണം, ശേഷം ആയത്തുൽ കുർസി ഓതാൻ പറയണം, ശേഷം ആമന റസൂൽ ഓതാൻ പറയണം, ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഹദ്ദാദിലുള്ള ഓരോ ദിക്റുകളും 3 പ്രാവശ്യം യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം 7 പ്രാവശ്യം. അതിന്റെ ശേഷം അങ്ങനെ കഴിഞ്ഞു പോയിട്ട് 4 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായാ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ 4 പ്രാവശ്യം ചൊല്ലാൻ പറയാം. അതിന്റെ ശേഷം 50 പ്രാവശ്യം, ചുരുങ്ങിയത് 50 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വല ദിക്ർ എല്ലാം പറയണം. ഇത് ചൊല്ലാൻ പറഞ്ഞാൽ അയാളുടെ കടം വീടുന്നതാണ്. ഞാൻ സന്തോഷവാർത്ത അറിയിക്കുന്നു, ഹബീബ് സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്തോഷവാർത്ത അറിയിക്കാനാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളോട് സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുത്തത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പലരും പറയുന്നത് സ്വപ്നല്ലേ, അത് സ്വപ്നല്ലേ. ഇസ്ലാമിൽ സ്വപ്നം തെളിവല്ലല്ലോ. ഇസ്ലാമിൽ എന്തൊക്കെയാ തെളിവ്? ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്, ഇതല്ലേ തെളിവുള്ളൂ. മനുഷ്യന്മാര് സ്വപ്നം തെളിവല്ലല്ലോ. ഇത് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. ചിന്തിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി നല്ല ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൗഹാർദ്ദ ബുദ്ധിയോടെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. മുത്തുനബിയെ ഒരാൾ സ്വപ്നം കണ്ടിട്ട് ആ മുത്തുനബി സ്വപ്നത്തിൽ അയാളോട് വല്ലതും പറഞ്ഞാൽ
ജീവിതത്തിൽ നേരിട്ട് അയാളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. സാധാരണ മറ്റുള്ളവർ സ്വപ്നം കാണുന്നത് പോലെയല്ല. ഞാൻ നിങ്ങളെ ആരെങ്കിലും സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ എന്നെയോ മറ്റാരെങ്കിലും സ്വപ്നം കാണുന്നത് ശൈത്താനാവാൻ സാധ്യതയുണ്ട്. എന്നാൽ മുത്തുനബി ഒരാൾ സ്വപ്നം കണ്ടാൽ എന്റെ രൂപത്തിൽ ശൈത്താന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടൂല. എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ഫഖദ് റആനി, കണ്ടത് എന്നെ തന്നെയാണ് ഉറപ്പിച്ചുകൊള്ളുക. ഞാൻ വല്ലവരോടും സ്വപ്നത്തിൽ സംസാരിച്ചാൽ സംസാരിച്ചത് ഞാൻ തന്നെയാണെന്ന് സന്തോഷിച്ചുകൊള്ളുക. സയ്യിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വപ്നത്തിൽ കണ്ടത് നബിതങ്ങളെ കാണുമെങ്കിൽ അത് യഥാർത്ഥമായ കാഴ്ച തന്നെയാണ്, മറ്റുള്ളവരെ കാണും പോലെയല്ല. ഈ ഹദീസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. സഹോദരങ്ങളെ, ഇത്രയും സ്വീകാര്യയോഗ്യമായ ഹദീസ് നമ്മൾ ഉണ്ടാകുമ്പോൾ സ്വപ്നത്തെ തള്ളിക്കളയരുത്. ഇസ്ലാം എന്നത് പലപ്പോഴും സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ളതാണ്. സ്വപ്നം നിഷേധിക്കാൻ പറ്റൂല. നിഷേധിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് നിഷേധിക്കണം? 5 വക്തിനും കൊടുക്കുന്ന ബാങ്ക് നിഷേധിക്കേണ്ടി വരും. കാരണം ബാങ്ക് സ്വപ്നത്തിൽ ഉണ്ടായതാ. 20 സഹാബത്ത് എന്ത് കണ്ടു? ബാങ്ക് സ്വപ്നത്തിൽ കേട്ടു. ആരോ ഒരാള് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുക. നബി തങ്ങളുടെ കാലത്തെ ഓലൊക്കെ പള്ളിയിൽ നിന്ന് ചർച്ച ചെയ്യാൻ ഈ നിസ്കാരത്തിന്റെ നേരായ ഞങ്ങൾക്ക് ഇത് അറിയാൻ എന്താ മാർഗം? അന്നൊക്കെ എന്താ ചെയ്യണത്? സൂര്യ ഉദിച്ച് ഒരു കോല് കുത്തി വെക്കും. ആ കോലിന്റെ ദൂരൊക്കെ അളന്ന് നോക്കണ്ട. അത് എപ്പോഴും നടക്കുവോ? നടക്കൂലല്ലോ. അപ്പോ മേഘം മൂടിയാലോ അല്ലെങ്കിൽ പേരന്റെ ഉള്ളിൽ നിന്നപ്പോ നേരം നോക്കാൻ നടക്കുവോ? നടക്കൂല. അവർ ഈ നിസ്കാരത്തിന്റെ നേരായാല് ഒന്ന് ബാങ്ക് കൊടുക്കാൻ എന്തെങ്കിലും സൗകര്യപ്പെടുത്തിക്കൂടെ? നിസ്കാരത്തിന്റെ നേരായാല് ബാങ്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു സൗകര്യം കിട്ടുകയാണ്. അല്ല, ബാങ്കല്ല, ആ നേരം അറിയിക്കാൻ എന്തെങ്കിലും സൗകര്യം. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, നമ്മളെന്നാലേ മണിയടിക്കാം, ക്രിസ്ത്യാനികളെ പള്ളിയിൽ നിന്ന് മണിയടിക്കും പോലെ നമ്മൾ മണിയടിക്കല്ലേ. അപ്പൊ പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞാൽ അത് ശരിയാവില്ല, അത് ക്രിസ്ത്യാനികളെ പള്ളിയിൽ നിന്നുള്ളതല്ലേ, നമ്മളും കൂടി മണിയടിച്ചാൽ പിന്നെ നാട്ടുകാരെന്ത് ചെയ്യും? ഇവിടെയും ക്രിസ്ത്യൻ പള്ളി ഉണ്ടെന്ന് മനസ്സിലാക്കില്ല അല്ലെ? അത് പറ്റൂല. അങ്ങനെ ഓലിങ്ങനെ ചർച്ച ചെയ്യപ്പെടുത്തണം നിസ്കാരത്തിന്റെ നേരായ പള്ളിയിലെത്താത്ത മാർഗം. അപ്പോ അങ്ങനെ ഇരിക്കുകയാണ് 20 സ്വഹാബത്ത് സ്വപ്നം കാണുന്നത്. എന്താ സ്വപ്നം കാണുന്നത്? ബാങ്ക് കൊടുക്കുന്ന സ്വപ്നം കാണുന്നത്. നിസ്കാരത്തിന്റെ സമയമായാൽ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്നത് എല്ലാവരും സ്വപ്നം കാണും. പിറ്റേ ദിവസം രാവിലെ തുണി മുറുക്കിയെടുക്കുന്നതിന് മുമ്പ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പാച്ചിലാണ് വീട്ടിൽ നിന്ന് നിബിതങ്ങളെ സമീപത്ത്. തുണി എടുത്തിട്ടില്ല. രാത്രി കടന്നുറങ്ങുമ്പോ കള്ളി തുണിക്കല്ല ഉണ്ടാകുക, അതൊക്കെ എടുത്തിട്ടാ പള്ളിക്ക് പണി. നബിയെ സന്തോഷ വാർത്ത കേൾക്കണോ? ഇന്നലെ അന്തിക്ക് ഞങ്ങൾ സ്വപ്നം കണ്ടു. എന്ത്? ബാങ്ക് കൊടുക്കാനൊരു വകുപ്പുണ്ട്. ബാങ്ക് കൊടുക്കുക. ആദ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 2 വട്ടം, പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ. അത് നമ്മൾ വിളിച്ചു പറഞ്ഞാലോ? ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു നബിയെ. അപ്പൊ ഉണ്ട് വേറെ 19 സഹാബികൾ വന്നിട്ട് ഞങ്ങളും കണ്ടു അതേമാതിരി തന്നെ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, നബിതങ്ങൾ അംഗീകരിക്കുന്ന അങ്ങനെ ആയിക്കോട്ടെ. കണ്ടോ? സ്വപ്നമല്ലേ അത്? നിഷേധിക്കാൻ പറ്റുമോ? സ്വപ്നം നിഷേധിക്കുകയാണെങ്കിൽ ബാങ്ക് നിഷേധിക്കേണ്ടി വരും. അത് സ്വപ്നം കണ്ടതിന് ശേഷമാണ് ആരാ അംഗീകരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അംഗീകരിക്കുന്നത്. അല്ലാതെ ആദ്യം നബിതങ്ങൾ പറഞ്ഞതിന് ശേഷം സ്വപ്നം കണ്ടതല്ല. സ്വപ്നം നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചില ആൾക്കാർ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കരുതെന്നൊക്കെ പറയും അല്ലെ? ബാങ്കിൽ ഒരു ബാങ്ക് കൊടുത്താൽ പോലെ. ഒരു അങ്ങാടിയിൽ 5 പള്ളി ഉണ്ടെങ്കിൽ 5 പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്. ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ പോലെ ഒരാൾ ചോദിക്കുകയാണ്. ചോദിച്ച ആളെ പേരൊക്കെ അറബിയിലാണ്. മുസ്ലിമാണോ അല്ല എനിക്കറിയില്ല, അവന്റെ പേര് അറബിയിലുള്ള ആൾ. അയാൾ ചോദിക്കുകയാണ്, ഒരു അങ്ങാടിയിൽ 5 പള്ളി ഉണ്ടെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ പോലെ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാവില്ലേ? ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാവില്ലേ? ഈ കലാശക്കൊട്ടൊക്കെ ഒരു ജീപ്പിൽ അനൗൺസ് ചെയ്താൽ പോലെ. എന്തിനാ ഈ 5 പാർട്ടികൾ 5 ജീപ്പിൽ അനൗൺസ് ചെയ്യുന്നത്? ഇയാൾ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ MLA ആണ്. ഓൻ ചോദിക്കുകയാണ്, 5 പള്ളിയിൽ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത്? ഒരു അങ്ങാടിയിൽ നിന്ന് ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ പോരെ? എന്നാ അതേമാതിരി ഓരോന്നും ചോദിച്ചാലോ? ഇലക്ഷന്റെ പ്രചരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അന്ന് 5 ജീപ്പിലും 5 വലിയ വാഹനങ്ങളിലൊക്കെ എന്തിനാ ഈ മാതിരി പടക്കൊക്കെ പൊട്ടിച്ച് വലിയ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ എന്തിനാ ഒച്ചുണ്ടാക്കണത്? ഒരു ജീപ്പിൽ പ്രചരണം ചെയ്താൽ പോലെ.
അല്ലെ? എന്താ പ്രചരണം ചെയ്യേണ്ടത്? കേരളത്തിന്റെ ക്ഷേമത്തിന് നിങ്ങൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കണം. ഒരു ജീപ്പിലാണ് ചെയ്താൽ പോലെ. എന്തിനാ എന്റെ ജീപ്പിന്റെ ആവശ്യം? എത്ര കോടിക്കണക്കിന് റുപ്യ ചെലവാക്കണ? പള്ളിയിൽ വാങ്ങുന്ന വല്ല ചെലവുണ്ടോ? 2 റുപ്യന്റെ ചെലവുണ്ടാവും. ആ നേരത്ത് സ്വിച്ച് ഓൺ ആക്കാനും ഓഫാക്കാനും. പള്ളിയിലത്തെ മോദിന് എത്ര ശമ്പളം? 1500 റുപ്യ അല്ലേ? കുറഞ്ഞ ചെലവുള്ളൂ. പക്ഷെ ഈ ഇലക്ഷന്റെ പ്രചരണത്തിന് എത്ര ചെലവ്? കോടിക്കണക്കിന് റുപ്യ ചെലവ്. അങ്ങനെ എല്ലാ അങ്ങാടിയിലും ഉണ്ടാവില്ല. എന്നാൽ ഒരു ജീപ്പിൽ അനൗൺസ് ചെയ്താൽ പോലെ, ഒരു കോളാമ്പി എട്ടിക്കാണ്ട് കേരളത്തിന്റെ ക്ഷേമത്തിന് ആവശ്യമായ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കണമെന്ന് ഒരു ജീപ്പിൽ അനൗൺസ് ചെയ്താൽ പോലെ. ആരും സ്വന്തം കാര്യം ആലോചിക്കണം. രാഷ്ട്രീയക്കാര് പള്ളിക്ക് നിങ്ങൾ വരണ്ട, അത് പള്ളിന്റെ ആൾക്കാർ ചിന്തിച്ചു കൊടുക്കും. വലിയ പത്തുവ പന്തളാണ്. ഓൻ പറയും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. എന്നാ എന്റെ അഭിപ്രായത്തിലും കേട്ടോ. രാഷ്ട്രീയക്കാര് പോലെ മൈക്കൊക്കെ ഒന്ന് ഓഫാക്കി. എന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്ര മാസമായി? ഏപ്രിൽ മാസത്തിൽ ഇലക്ഷൻ നടന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏപ്രിൽ 16-ാം തീയതി അല്ലേ? മെയ് 16-ാം തീയതിയാണ് ഇലക്ഷൻ നടന്നു അല്ലെ? മെയ് 19-ാം തീയതി റിസൾട്ട് വന്നില്ലേ? ഇപ്പോഴും അന്ന് വെച്ച ഫ്ലക്സ് ബോർഡ് ഇപ്പോഴും അയച്ചു വെക്കാത്ത എത്ര 50,000 റുപ്യനൊക്കെ ഫ്ലക്സ് എത്ര സ്ഥലത്തുണ്ട്? ഫ്ലക്സ് എന്നത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പലരും പ്രശ്നം ഉണ്ടാക്കിയാണ്. ഫ്ലക്സ് വെച്ചാൽ അത് ഉരുകി എന്താവും? പ്ലാസ്റ്റിക് ആണ്. അത് ഉരുകിയാൽ അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും. അതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടായാൽ മനുഷ്യന്മാരുടെ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവും. ശുദ്ധവായു ഉണ്ടാവും, മലിനമാക്കപ്പെടും. അതുകൊണ്ട് ഫ്ലക്സ് വെക്കാൻ പാടില്ല എന്ന് വന്നിട്ട് കോടതിന്റെ നിയമം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അതാ. മെയ് മാസം കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ആഗസ്റ്റ് പകുതിയായി. ആഗസ്റ്റ് 15-ാം തീയതിയാണ് നാളെ. എന്നിട്ട് ഇപ്പോഴും ഫ്ലക്സ് കഴിച്ചേക്കാത്ത സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് ഓലാണ് പറഞ്ഞത് പള്ളിയിൽ എന്തിനാ 5 നേരം ബാങ്ക് കൊടുക്കുന്നത്? അതെ, ആ അഭിപ്രായം എന്റെ പോക്കറ്റിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഹദ്ദാദ് റാത്തീബ് ചെല്ലണം. ഹദ്ദാദ് റാത്തീബ് സമാഹരിച്ചത് മഹാന്മാരായ ഔലിയാക്കളാണ്. ഇത് സമാഹരിക്കാൻ വേണ്ടി മഹാനവർകളോട് നിർദ്ദേശിച്ചത് ഹബീബ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹദ്ദാദ് റാത്തീബ് പതിവായി ചെല്ലണം എന്ന് നബി തങ്ങളാണ് നിർദ്ദേശം കൊടുത്തത്. ആ മനുഷ്യനോട് കടം പറഞ്ഞു വന്ന മനുഷ്യനുണ്ടല്ലോ, അയാളോട് പിറ്റേ ദിവസം ഹദ്ദാദ് ചെല്ലാനാണ് നിർദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹദ്ദാദ് റാത്തീബ് എന്നത് ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും ഉണ്ടാക്കി കെട്ടിക്കൂട്ടിയതല്ല, മറിച്ച് മുത്തുനബി ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച, പല ഘട്ടങ്ങളിലായി പലപ്പോഴായി ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ദിക്റുകളുടെ സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ്. അല്ലാതെ സ്വന്തം നിലക്ക് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ല. ഇതൊന്നാം മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എപ്പോഴായി എഴുതിയെടുത്തത് എന്നറിയോ? മഹാനവറുകൾ രാത്രിയിൽ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ തഹജ്ജുദും മറ്റു ഖിയാമുൽ ലൈലും നിസ്കരിക്കുന്ന സമയത്ത് ഈ 70,000 മലക്കുകൾ സ്വപ്പായിട്ട് ചൊല്ലിയിരിക്കുന്ന 70,000 മലക്കുകളെ കണ്ടു. 70,000 മലക്കുകൾ സ്വപ്പായിട്ട് വരിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ചെല്ലുകയാണ്. എല്ലാവരും ചെല്ലുകയാണ്. മഹാനവറുകൾ ശ്രദ്ധിച്ചു നോക്കി, പടച്ച റബ്ബേ, ഈ 70,000 മലക്കുകളൊക്കെ എന്തായി ചെല്ലുന്നത്? എല്ലാ രാത്രി ഇവര് ചെല്ലുണ്ട്. അപ്പൊ മഹാന്മാർക്ക് ഇപ്പൊ മലക്കുകളെ കാണാനൊക്കെ കഴിയുമല്ലോ. കോട്ടയങ്ങളും പൊന്നാനിയിലെ നമ്മളെ പള്ളി ഉണ്ടല്ലോ, പൊന്നാനി പള്ളി, മഹ്ദൂം എന്നുള്ള പള്ളി, ആ പള്ളിയിൽ ചെന്ന് നോക്കി നിങ്ങൾ. 2 നില കഴിഞ്ഞ് 3-ാമത്തെ നില മരം കൊണ്ടുണ്ടാക്കിയ നിലയാണ് അല്ലെ? അതിന്റെ മുകളിലുണ്ട് ചെറിയ റൂം. എന്താണ് ആ റൂം? കണ്ടിട്ടുണ്ടാ? ജിന്നയാൾക്ക് തെക്കടത്തിയ റൂമാണ്. നമുക്ക് ജിന്നിയാണോ മനസ്സിലാവോ? ഇല്ല. എന്നാൽ ജിന്നുകൾക്ക് ക്ലാസ് നടത്തിയിരുന്ന റൂമാണ് ആ പള്ളിന്റെ 3-ാം നിലയിൽ. ഒരു ചെറിയ കൂടാ, കുമ്പിട്ട് കാണ്ടായി കയറാൻ തന്നെ പറ്റുള്ളൂ. മരത്തിന്റെ കോണി, മരത്തിന്റെ കൂട്, എല്ലാം മരത്തിന്റെ. നമുക്കൊന്നും കടക്കാൻ ധൈര്യം തരില്ല. ഇരുട്ടാണ്, അതിന്റെ ഉള്ളിൽ വെളിച്ചൊന്നുമില്ല. 400 കൊല്ലം മുമ്പുണ്ടാക്കിയ പള്ളിയാണ്. ഇന്നും അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഇപ്പോഴും അതേമാതിരി നിലനിൽക്കുക. സഹോദരന്മാരെ, ഇതൊന്നും മഹാന്മാരുടെ ജീവിതത്തിൽ അതൊന്നും സംഭവമല്ല. അതൊരു അസാധാരണ സംഭവമൊന്നുമല്ല. ഓൾക്കൊക്കെ സാധാരണമാണ്, നമ്മക്കാണ് അത് അസാധാരണം. സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാര് അത് പറയുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ 70,000 മലക്കുകൾ സ്വപ്പായിട്ട് ചൊല്ലുകയാണ്. എന്താ ചൊല്ലുന്നതെന്ന് മഹാനവറുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു. നോക്കിയപ്പോ മഹാനവറുകൾ എഴുതിയെടുത്തു. എല്ലാ ദിവസവും ആദ്യം ഓതുന്നത് ഫാത്തിഹയാണ്.
പിന്നെ ആയത്തുൽ കുർസിയാണ്, പിന്നെ ആമനർ റസൂലുമാണ്. അങ്ങനെ ഹദ്ദാദിലെ തർത്തീബ് പ്രകാരമാണ് ദിക്റുകൾ ചൊല്ലുന്നതാണ് മഹാനവറുകൾ എഴുതിയെടുത്തത്. ഈ സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും വെറുതെ ആരെങ്കിലും കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ല. മഹാന്മാരോടുള്ള മഹബത്തും ഔലിയാക്കളോടുള്ള സ്നേഹവും ആദ്യം മുറിച്ചു കളയാണ് ഈ വഹാബി ചെയ്യൽ. അതെന്താ അദ്ദാദ് തങ്ങൾ എന്നാ ചോദിക്കാം. എന്താ അദ്ദാദ് തങ്ങൾ? അത് ചോദിച്ചാൽ നാടന്മാർക്ക് വിവരമില്ലാത്തവരെന്ത് ചെയ്യും? അതിപ്പോ അദ്ദാദ് ഇല്ലേ, അതിപ്പോ സ്വീകരിച്ചോളൊന്നുമില്ല നാടന്മാർ മനസ്സിലാക്കും. പിന്നെപ്പോ മുമ്പ് ചെല്ലിയ ദിക്റ് ചെല്ലോ ഇല്ല. ആരാണ് അദ്ദാദ് തങ്ങൾ എന്ന് ആദ്യം മനസ്സിലാക്കണം, അപ്പോഴേ ഇത് തിരിയുള്ളൂ. സഹോദരന്മാരെ, എത്രയാണ് മഹാന്മാരുടെ ജീവിതത്തിൽ, അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ പറയപ്പെട്ട ദിക്റുകൾ എത്രയാണ്, മഹാനവറുകൾ ചൊല്ലിയ ഔറാദുകൾ എത്രയാണ്. ഇന്നും മക്ക മുനവ്വറയിൽ, മക്ക മുക്കറമയിൽ, മസ്ജിദുൽ ഹറാമിൽ ഇപ്പൊ ചെന്നു നോക്കിയാലും ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നത് നിങ്ങൾക്ക് കേൾക്കാം. മദീനയിൽ ചെന്നാൽ ഇപ്പോഴും വിർദുൽ ലത്തീഫ് ചൊല്ലുന്നത് നിങ്ങൾക്ക് കേൾക്കാം. മൊറോക്കോയിലും ഇസ്ലാമികമായ ചൈതന്യവും ഇസ്ലാമിന്റെ ചലനങ്ങളുമില്ല. ലോകത്തിന്റെ ഏത് നാട്ടിൽ ചെന്ന് നോക്കിയാലും ഈ നിമിഷത്തിലും ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നത് കേൾക്കാം. ചില സ്ഥലങ്ങളിൽ വിർദുൽ ലത്തീഫ് ചൊല്ലുന്നത് കേൾക്കാം. മറ്റു ചില സ്ഥലങ്ങളിൽ മഹാനവറുകൾ രചിച്ചിട്ടുള്ള കിതാബുകളിലെ കവിതകൾ, അറബി ബൈത്തുകൾ ചൊല്ലുന്നത് കേൾക്കാം. വേറെ ചില സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയാൽ അത് ലണ്ടനിലാണെങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലാണെങ്കിലും അമേരിക്കൻ ഐക്യനാടുകളിൽ ചെന്നാലും അവിടെയെല്ലാം മുസ്ലിങ്ങളുടെ പള്ളികളിൽ, സുന്നികളുടെ പള്ളികളിൽ നിന്ന് മഹാനവരുടെ ഖസീദകളിൽ നിന്ന് ബൈത്ത് ചൊല്ലുന്നത് കേൾക്കാം. ചില പള്ളികളിൽ ഇപ്പോൾ വിർദുൽ ലത്തീഫിന്റെ സമയമാണ്, ഈ സുബഹിന്റെ സമയമാണ്, വിർദുൽ ലത്തീഫിന്റെ സമയമാണ്, അതൊക്കെ ചൊല്ലുന്നത് കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് എന്തുകൊണ്ടാണ്? മഹാന്മാരെല്ലാം മറ്റുള്ളവരെ സംസ്കരിച്ചെടുക്കാൻ, മറ്റുള്ളവരുടെ ഖൽബിനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി അവർ സമാഹരിച്ച ദിക്റുകളാണ്. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ ഫലം തെളിഞ്ഞതാണ്, അതിന്റെ ഫലം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിക വിശ്വാസമുള്ള ആളുകളെല്ലാം ഈ ഔറാദുകൾ ജീവിതത്തിൽ പതിവാക്കിക്കൊണ്ട് നടക്കുന്നത്. അല്ലെ, നമ്മളൊക്കെ ചൊല്ലിയതുകൊണ്ട് ആര് പറഞ്ഞ ഉസ്താദുമാരും നമ്മളെ വാപ്പിക്ക് പഠിപ്പിച്ചത്, അവർക്ക് ആരെ പറഞ്ഞു കൊടുത്തു, അവരെ വാപ്പിയും പഠിച്ചു. അങ്ങനെ തലമുറകളായി നമുക്കത് കിട്ടി. അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യമാണ് സഹോദരന്മാരെ. അറിയിച്ചു رضيت بالله ربا وبالإسلام دينا وبمحمد نبيا صلى الله عليه وسلم. ഇത് 3 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ قال رسول الله صلى الله عليه وسلم كان حقا على الله أن يرضيه. رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. അതാത് ചൊല്ലുന്ന ദിക്റാണ്, 3 വട്ടം ചൊല്ലലുണ്ട്. ആ ദിക്ർ ഒരാൾ 3 പ്രാവശ്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റളീതു ബില്ലാഹി റബ്ബ, എന്റെ റബ്ബ് പടച്ച റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, എന്റെ മതമായിട്ട് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ, എന്റെ നബിയായിട്ട് മുഹമ്മദ് നബിയെ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇതാ അംഗീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് ഒരാൾ പറഞ്ഞാൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുർളിയഹു, അയാളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അയാൾക്ക് എന്താണോ തൃപ്തി വേണ്ടത്, അയാൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അതൊക്കെ നൽകിയിട്ട് അയാളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. നമ്മളതൊക്കെ തെല്ലലുണ്ട്, പക്ഷെ ഇതിന്റെ അർത്ഥം നമ്മളൊന്നും ആലോചിക്കില്ല. ഒന്ന് വാങ്ങൊടുക്കുമ്പോ അതിന്റെ വഴിയിലാണ്
ടൈം 1 മിനിറ്റ് 8:02 പ്രിയപ്പെട്ട സഹോദരന്മാരെ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. ചില ഹദീസുകളിൽ കാണാം റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല. ഇത് പറഞ്ഞാൽ അയാളെ തൃപ്തിപ്പെടുവോ, അയാൾക്ക് തൃപ്തിയാകുവോളം നൽകാൻ അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രൂപത്തിലും പല ഫലങ്ങളും വ്യക്തമായി അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ഫലങ്ങളുള്ള ദിക്റുകളാണ് ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വിർദുൽ ലത്തീഫ് എന്ന ചെറിയ ദിക്റിന്റെ സമാഹാരമുണ്ട്. അത് ഇന്നും വൈകുന്നേരം ഞാൻ ചൊല്ലിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകളാണത്. അത് ഇന്നും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്റിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഒരു കിതാബ് ഞാൻ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ബഹുമാനത്തിന്റെ വലിപ്പം മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പോക്കറ്റിൽ ഒതുങ്ങുന്ന വിധത്തിൽ ചെറിയ ഒരു ഏടാണ്. അതിന്റെ മലയാളത്തിൽ അതിന്റെ വിശദീകരണം കൊടുത്ത് ദിക്റുകളുടെ പ്രതിഫലങ്ങൾ വിശദീകരിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊന്നുകൂടി വിപുലമാക്കി ഒന്നുകൂടി പരിഷ്കരിച്ച് പുറത്തിറക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് മാത്രം പ്രതിഫലാർഹവും അതിന് മാത്രം സുരക്ഷയും കാവലുമുണ്ടെന്ന് പഠിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അതിന് ഞാൻ ശ്രമിച്ചതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ദിക്റുകളും സമാഹരിച്ച ഈ ഔറാദുകളും അതൊന്നും സ്വന്തം നിലക്കല്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു തആല ഈ ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എപ്പോഴാണ് ഹദ്ദാദ് ചൊല്ലേണ്ട സമയം? റമളാനിൽ ഇശാഇന്റെ മുമ്പ്, റമളാൻ അല്ലാത്ത സമയങ്ങളിൽ ഇശാഇന്റെ ശേഷം. അത് ഇശാഇന്റെ ശേഷം ഇരുന്ന ഇരുത്തത്തിൽ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴാണോ സാധിക്കുക അപ്പോൾ ഹദ്ദാദ് ചൊല്ലണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ എത്രയോ അൽ മശ്റഉർ റവി, ഗായത്തുൽ ഖസ്ദി വൽ മുറാദ്, അങ്ങനെ തുടങ്ങി കുറെ കിതാബുകൾ ഹദ്ദാദ് റാത്തീബിന്റെ വിശദീകരണം എഴുതിയിട്ട് കിതാബ് രചിച്ചിട്ടുണ്ട്. ഹദ്ദാദ് റാത്തീബ് വിശദീകരിക്കാൻ കിതാബുകൾ, മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കിതാബുകൾ, രണ്ടാണല്ലോ. ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാത്രം കിതാബുകൾ എത്ര കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗായത്തുൽ ഖസ്ദി വൽ മുറാദ് എന്ന കിതാബ് കാണാം. ഗായത്തുൽ ഖസ്ദി വൽ മുറാദ് എന്ന കിതാബിൽ 282 കറാമത്തുകൾ, മഹാനവറുകൾക്ക് സംഭവിച്ച 282 കറാമത്തുകൾ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ കറാമത്തുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനവറുകൾ ജീവിതത്തിലെ സമയം കൃത്യത പാലിച്ചതിനെ കുറിച്ച് കിതാബുകളിൽ കാണാം. എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് തഹജ്ജുദ് വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. വീട്ടിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കും. അങ്ങനെയാണ് മുത്തുനബിയുടെ പതിവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചതിന് തഹജ്ജുദും അതുപോലെ തന്നെ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തും നിസ്കരിച്ചാൽ ഇഖാമത്തിന്റെ സമയമാകുന്നത് വരെ പിന്നെ വീട്ടിൽ തന്നെ റൂമിൽ തന്നെ ഇരിക്കും. ഇഖാമത്തിന്റെ സമയമാകുന്നത് വരെ വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇഖാമത്തിന്റെ സമയമാകുന്നത് വരെ ദിക്റിലാണ് മഹാനവറുകൾ ഉള്ളത്. എന്താണ് മഹാനവറുകൾ? സുബ്ഹിന്റെ മുമ്പുള്ള
2 റക്അത്ത് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ മഹാനവറുകൾ ചൊല്ലുകയാണ് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ് എന്ന ദിക്ർ 40 പ്രാവശ്യം മഹാനവറുകൾ ചൊല്ലും. 40 വട്ടം ചെല്ലാനുള്ള സമയം ഉണ്ടാവും എന്നർത്ഥം. അത് ചെല്ലണമെങ്കിൽ അതിന് അത്രയും കാമത്തിന്റെ മുമ്പ് ചൊല്ലി തീർക്കും. 40 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ് 40 പ്രാവശ്യം ചൊല്ലിയതിന്റെ ശേഷം പറയും അല്ലാഹുമ്മ ബിഹഖിൽ ഹസനി വഅഖീഹി വഅബീഹി വഉമ്മിഹി വജദ്ദിഹി വബനീഹി اللهم افتح قلبي واحيي قلبي بنور معرفتك يا الله يا الله يا الله يا ذا الجلال والاكرام. ഈ ദിക്ർ സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് 40 വട്ടം ചൊല്ലിയതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്ന സമയമാവുള്ളൂ. അത്രയും നേരത്തെ ചൊല്ലി തീർന്നു. അങ്ങനെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മഹാനവറുകൾ ദിക്റുകളിലേക്ക് കടക്കുകയാണ്. സുബ്ഹിന്റെ ശേഷമാണ് വിർദുൽ ലത്തീഫിന്റെ സമയം. അങ്ങനെ വിർദുൽ ലത്തീഫ് ചൊല്ലുന്നു. വിർദുൽ ലത്തീഫിന്റെ സമാപന ഭാഗത്ത് നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 100 പ്രാവശ്യം വിർദുൽ ലത്തീഫ് രാവിലെ മാത്രം. രാവിലെ വിർദുൽ ലത്തീഫിന്റെ സമാപന സമയത്ത് 100 പ്രാവശ്യം ചൊല്ലും. 100 പ്രാവശ്യം ചൊല്ലിയാൽ അതിനോളം പ്രതിഫലാർഹമായ മറ്റൊരു സൽക്കർമ്മമില്ല എന്നാണ് ഹദീസിലുള്ളത്. വിശദീകരിക്കുകയല്ല, അതൊക്കെ നമ്മളെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിന് വേണ്ടി പറയില്ലട്ടോ. ആ സഹോദരന്മാരെ, അങ്ങനെ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലും. അങ്ങനെ വിർദുൽ ലത്തീഫ് ചൊല്ലും. പിന്നെ അതിന്റെ ശേഷം സ്വലാത്തുൽ ഇശ്റാഖ്. അങ്ങനെ കഴിഞ്ഞാൽ ളുഹർ നിസ്കാരത്തിന്റെ ശേഷമാണ് ഹൃദയം തുറക്കാനുള്ള ദിക്ർ. അതുപോലെ തന്നെ സാമ്പത്തികമായ ഐശ്വര്യം ഉണ്ടാവാനുള്ള ദിക്ർ, ദാരിദ്ര്യം നീങ്ങിപ്പോവാനുള്ള ദിക്ർ, അതുപോലെ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടി തുറക്കാനുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സാദിഖുൽ വഅദിൽ ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك الحق المبين محمد رسول الله صادق الوعد الامين. സിയാറത്തിന് പോയിരുന്നപ്പോൾ നമ്മൾ കൂടുതലായി ചൊല്ലിയ ദിക്ർ, ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലണമെന്ന് ഹദീസിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. 100 പ്രാവശ്യം ചൊല്ലിയാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, അയാളുടെ ഖൽബ് ഫത്ഹാക്കപ്പെടും, അയാൾക്ക് ദാരിദ്ര്യം നീങ്ങിപ്പോകും, അയാളുടെ കടങ്ങൾ വീടും, അയാൾക്ക് സാമ്പത്തികമായ ഐശ്വര്യം വരും. അയാൾ ആ ദിക്ർ ചൊല്ലുന്നതിലൂടെ സ്വർഗത്തിന്റെ വാതിൽ മുട്ടി വിളിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك الحق المبين محمد رسول الله صادق الوعد الامين. ഈ ദിക്ർ ളുഹർ നിസ്കാരത്തിന് ശേഷം 100 വട്ടം ചൊല്ലുന്ന മഹാനാണ്. അങ്ങനെ ദുആഉൽ കർബ്, അത് അസർ നിസ്കാരത്തിന് ശേഷം അല്ല, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ദുആഉൽ കർബ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. പിന്നെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ لا إله إلا أنت سبحانك إني كنت من الظالمين. ഇത് എല്ലാ ദിവസവും ചൊല്ലാണ്. ആരാണ് ഈ ചൊല്ലുന്നത്? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. കണ്ണിന് കാഴ്ചയില്ല, പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാണ്, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടാണ്. ഈ ദർസ് നടത്തുന്ന മഹാനവറുകൾ അതൊക്കെ ചെല്ലാൻ സമയം കാണുന്നത്. നമുക്ക് സമയമില്ലല്ലോ അല്ലേ? നമുക്കിതിനൊന്നും സമയമല്ല. എന്നിട്ട് സമയമുണ്ടാക്കി ജീവിതത്തിൽ ദിക്റും ഔറാദും പതിവാക്കി കൊണ്ട് നടന്നിരുന്നവരെ കളിയാക്കാനേ നമുക്ക് സമയമുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇശാ അസറിന് ശേഷം വീണ്ടും വിർദുൽ ലത്തീഫിലേക്ക് കടക്കുകയാണ്.
മറ്റുള്ള ഔറാദുകളിലേക്ക് കടക്കും. അങ്ങനെ മഗ്രിബിന്റെ മുമ്പും ശേഷവും സുന്നത്ത് നിസ്കാരം, അതിന്റെ ശേഷം 20 റക്അത്ത് അവ്വാബി നിസ്കാരം, പിന്നെ ഇശാഇന്റെ മുമ്പും ശേഷവും സുന്നത്തുകളും വിത്റുകളും ഖിയാമുൽ ലൈൽ. അങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യനുക്കും ഒഴിവ് കൊടുക്കാതെ ഫുൾ ടൈം ഇബാദത്തിലായി തിരിയുകയും അസറിന്റെ ശേഷം മാത്രമാണ് സബക്ക് നടത്തിയിരുന്നത് എന്ന് കാണാം. ദർസ് നടത്തിയിരുന്നത് അസറിന്റെ ശേഷം മാത്രമാണ്. നമ്മൾ അപ്പൊക്കെ മനസ്സിലാക്കണം, കണ്ണില്ലാത്ത ആളാണ് ഈ ദർസ് എടുക്കുന്നത് മനസ്സിലാക്കണം. മീൻസ് കിതാബ് നോക്കാതെ, എന്നുവെച്ചാൽ ഇതൊക്കെ മനപ്പാടം വേണമെന്നല്ല അറിയണം. മനപ്പാടം പഠിച്ചു വെച്ചിട്ടാണ് ഈ ദർസൊക്കെ നടത്തുന്നത്. 4-ാം വയസ്സിൽ കണ്ണിന് കാഴ്ച പോയ മഹാനാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനവറുകൾ മദീന മുനവ്വറയിലേക്ക് സിയാറത്തിന് വേണ്ടി ആദ്യമായി പോയ സന്ദർഭം കൂടി വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോ ഹബീബായ സയ്യിദുൽ വജൂദി വൽ കായിനാതി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ പ്രവേശിച്ചു. ഫസല്ലു ഫിർ റൗളത്തിൽ മുതഹറ, റൗളയിൽ അവർ നിസ്കരിച്ചു. സുമ്മ വഖഫു അമാമൽ മുവാജഹത്തി ശരീഫ, പത്തക്കുബക്ക് നേരെ മുന്നിട്ട് നിന്നിട്ട് ഖാലൽ ഇമാമു ഫി റാഇയതിഹി, മഹാനവർകൾ പറഞ്ഞു, ബിഹാ മിൻ ജിനാനിൽ ഖുൽദി ഖൈറുൽ മഖാതിരി ഇലാ മസ്ജിദിൽ മുഖ്താരി സുമ്മാ ലി റൗളതി وَثَمَّا تَقَرُّ الْعَيْنُ مِنْ كُلِّ ذَاكِرٍ إِلَى حُجْرَةِ الْهَادِي الْبَشِيرِ وَقَبْرِهِ وَخَيْرُ نَبِيٍّ مَا لَهُ مِنْ مُنَاظِرٍ وَقَفْنَا وَسَلَّمْنَا عَلَى خَيْرِ مُرْسَلٍ فشرفوا من حي كريم وحاضر فرد علينا وهو حي وحاضر. ഈ 4 ബൈത്തുകൾ റൗള ശരീഫിന്റെ അഭിമുഖമായി നിന്നുകൊണ്ട്, ഹബീബായ തങ്ങളുടെ അഭിമുഖമായി നിന്നുകൊണ്ട് മഹാനവറുകൾ പാടിയപ്പോ വകാനത്ത് കറാമതൻ മിൻ അഅ്ളമി കറാമാത്തിൽ ഇമാമിൽ ഹദ്ദാദ്, മഹാനായ ഇമാമുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ രേഖപ്പെടുത്തപ്പെട്ട 282 കറാമത്തുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ കറാമത്താണെന്ത്? അന്നഹു ഹീനമാ സല്ലമ അലാ ജദ്ദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് റൗള ശരീഫിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സലാം പറഞ്ഞപ്പോ സമിയ കുല്ലു മൻ മഅഹു റദ്ദൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം, നബി തങ്ങളുടെ സലാം മടക്കുന്നത് അവിടെ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കേട്ടു. മഹാനവറുകൾ സലാം പറഞ്ഞപ്പോ വഅലൈക്കുമുസ്സലാം എന്ന് റൗള ശരീഫിൽ നിന്ന് സലാം മടക്കുന്നത് സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കേൾക്കുന്ന വിധത്തിൽ മുത്തുനബി സലാം മടക്കി. വലൈസ ശഅ്നു അൻ യസ്മഅൽ ആരിഫൂന ജവാബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന ദാലിക ലഹും വലൗ അൻ ബുഅദിൻ. ഇത് ദൂരത്തുനിന്നാണെങ്കിലും മഹാന്മാര് കേൾക്കും, അതിൽ അത്ഭുതമൊന്നുമില്ല. മഹാന്മാര് ഇവിടുന്ന് സലാം പറഞ്ഞ നബി തങ്ങൾ സലാം മടക്കുന്നത് അത്തഹിയാത്ത് ഓതുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബി ഉണ്ടല്ലോ, അതൊക്കെ മഹാന്മാര് സലാം പറയുമ്പോ അവർ നബി തങ്ങൾ തിരിച്ചു മടക്കുന്നത് മഹാന്മാര് കേൾക്കും, അതിൽ അത്ഭുതമൊന്നുമില്ല. നാട്ടുകാര് മൊത്തം കേട്ടു എന്നുള്ളതിലെ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. മഹാനായ സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുൽ അസീസ് തങ്ങളും സലാം പറഞ്ഞില്ലേ? സലാം പറഞ്ഞപ്പോ സദസ്സിലുണ്ടായിരുന്ന എത്ര ആളുകളാ അത് കേട്ടത് അറിയോ? 1,00,000 ആളുകളാണ് നബി തങ്ങൾ സലാം മടക്കിയത് കേട്ടത്. 1,00,000 ആളുകൾ. റൗള ശരീഫിന്റെ സമീപത്തെത്തിയപ്പോ മഹാനവറുകൾ ചൊല്ലി, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി فهذه نوبة المختار قد حضرت فامدد يديك لكي تحظى بها تفتي. തിരുറൗളയുടെ മുന്നിൽ ചെന്നുകൊണ്ട്
നബിയെ തങ്ങളുടെ കൈകൾ എനിക്ക് നീട്ടിത്തരണമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങള് ആ മുഴുവൻ മതിലും ഗേറ്റും വാതിലുകളും തട്ടി മാറ്റിക്കൊണ്ട് നബി തങ്ങളുടെ തറപ്പാക്കപ്പെട്ട കൈ നീട്ടിക്കൊടുത്തു. സലാം മടക്കി സലാമിന് പ്രത്യഭിവാദ്യം ചെയ്തു. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? നബി തങ്ങൾ മരണപ്പെട്ട് 600 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിന് ദൃക്സാക്ഷികൾ എത്ര പേരുണ്ട്? സഹോദരങ്ങളെ, 100,000 ആളുകളാണ് അതിന് ദൃക്സാക്ഷികളുള്ളത്. കൈ നീട്ടിക്കൊടുത്തതിന് ദൃക്സാക്ഷികളുള്ളത്, സലാം മടക്കിയതിന് ദൃക്സാക്ഷികളുള്ളത്. ആ 100,000 ആളുകളിൽ ഒന്നാമത്തെ സാക്ഷിയാരാണ്? ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. 1,00,000 ആളുകൾ സാക്ഷിയായതിൽ ഒന്നാമത്തെ സാക്ഷി ഖുത്ബുൽ അഖ്താബാണ്. നിഷേധിക്കാൻ സാധ്യമല്ല. ഇതേ സംഭവമാണ് മഹാനായ ഖാജ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ റൗള ശരീഫിൽ ചെന്ന് സലാം പറഞ്ഞപ്പോ അവിടുന്ന് സലാം മടക്കി, മുത്തുനബി സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ത്യയുടെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നു, നീ ഇന്ത്യയിലേക്ക് ചെല്ലണമെന്ന് മുത്തുനബി ഖാജ തങ്ങളോട് പറഞ്ഞു. نظام كان لا هيبة أبيناه بلا خيبة ولي الهند أجميري كذاك من نبي الله نظام نواه يا ولي الله عليك سلامنا لله ولي الهند أجميري. നാം പറയുന്നത് സഹോദരങ്ങളെ, അജ്മീർ മൗലിദിൽ ഓരോ വരി വിശദീകരിക്കണം. അതാണ് എന്ത് ഹാജാതങ്ങളോടും നബിതങ്ങൾ മറുപടി പറഞ്ഞു. അതുപോലെ തന്നെ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനും നബിതങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങനെ 100 എല്ലാ മഹാന്മാരും അവിടെ ചെന്നാൽ നബിതങ്ങൾ തിരിച്ചു സലാം പറയും. അതിൽ അത്ഭുതമില്ല. മറിച്ച് നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നു എന്നതിലാണ് അത്ഭുതം. ആ സലാം മടക്കിയത് അതേ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞപ്പോ റൗള ശരീഫിൽ നിന്ന് പ്രത്യഭിവാദ്യം ചെയ്യുന്നത് സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കേൾക്കുകയാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 40 ദിവസം എവിടെ നിന്നു? മദീനത്ത് നിന്നു. മദീനത്ത് നിന്ന് പോരാൻ നേരത്തെ ഒരു സ്വപ്നം കാണുകയാണ്. മദീനത്തുണ്ടായിരുന്ന ഒരു ഉസ്താദ്, ഒരു മഹാൻ മരണപ്പെടുന്നതായിട്ട് സ്വപ്നം കാണാം. മദീനത്തുണ്ടായിരുന്ന ഹുസൈൻ ബാപ്പള്ളി എന്നൊരു വലിയ മുദരിസ്, അദ്ദേഹം മരണപ്പെടാനായിട്ടുണ്ട് എന്ന് ആര് സ്വപ്നം കണ്ടു? അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. മഹാനവറുകൾ എന്ത് ചെയ്തു? പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ സമീപത്തുണ്ടായിരുന്ന ഓരോരുത്തരോടും പറഞ്ഞു, എന്റെ ആയുസ്സൊന്ന് കുറച്ച് ദിവസങ്ങൾ കാട്ടിക്കാം. സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരോടും പറയാ, പിരിവെടുക്കാണ്. എന്താ പിരിവെടുത്ത്? ആയുസ്. ഇതൊരു മാസം കൊണ്ട് കാട്ടിക്കാം. അങ്ങനെ ഓരോരുത്തരേക്കൊന്ന് ഓരോ മാസം അങ്ങനെ പിരിവെടുത്തു. അങ്ങനെ സഹോദരന്മാരെ, നുരീദു മിൻ കുല്ലിൻ മിൻകും ശൈഅൻ മിൻ ഉംരിഹി, ഓരോരുത്തരും കുറച്ച് ആയുസ് തരണം. ഓരോരുത്തരേക്കൊന്നും കുറച്ച് ആയുസ് വാങ്ങി. ഒരു മാസം ഉദാഹരണം പറയാം. മഹാനവറുകളാണ് ആദ്യം എടുത്തത്. പിരിവെടുക്കുമ്പോ നമ്മളാണ് ആദ്യം പിരിവെടുക്കല് എന്നതുപോലെ മഹാനവറുകളാണ് ആദ്യം സംഭാവന ചെയ്തത്. പിന്നെ മറ്റുള്ളവരും സംഭാവന കൊടുത്തു. എന്നിട്ട് മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ടു. പഠിത്തവനെ, നീ എനിക്ക് തന്ന ആയുസ്സിൽ നിന്ന് ഒരു മാസം ഞാനിതാ സംഭാവന ചെയ്തിരിക്കുന്ന ഒരു മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ടു. അപ്പോഴേ അള്ളാഹു തആല ഇത് കൊടുക്കുള്ളൂ. അങ്ങനെ എന്നിട്ട് റൗദയിലേക്ക് ചെന്നു. മുത്തുനബിന്റെ അടുത്ത് ചെന്നിട്ട് تصبب عرقا وتوسل بالنبي صلى الله عليه وسلم وخرج مستبشرا قائلا قد قضى الله الحاجة وقبل شفاعة النبي صلى الله عليه وسلم. അങ്ങനെ റൗദന്റെ നേരെ ചെന്നിട്ട് നബി തങ്ങളോട് തവസ്സുലാക്കി പറഞ്ഞു. നബിയെ പറയേണ്ടതൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ പറഞ്ഞു കഴിഞ്ഞപ്പോ മഹാനവറുകൾ വിയർത്തു കുളിച്ചു. അങ്ങനെ വിയർപ്പിൽ നിന്ന് മോചിതനായി ഒരു വലിയ സന്തോഷത്തിൽ തിരിച്ചു വന്നു.
വലിയ സുവിശേഷം അറിയിച്ചു തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മളെ ആവശ്യം നിറവേറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടല്ലോ, ഒരാളെ ആയുസ് തീർന്നിട്ടുണ്ട്, അയാളെ കാർഡ് ഞാൻ റീചാർജ് ചെയ്തു, അയാൾക്ക് ആയുസ് ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകൾ മദീനയിൽ നിന്ന് പിന്നെ എവിടെ പോയി? നാട്ടിലേക്ക് പോയി കുറെ കാലം കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും മഹാനവറുകൾ സ്വപ്നം കണ്ടു, ഇന്ന ആള് മരിക്കാനായിട്ടുണ്ട്. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം മരിച്ചു എന്ന് വിവരം കിട്ടി. കണ്ടങ്ങള്. അപ്പോ മഹാന്മാരെ കറാമത്താണ്. നമ്മളെ അദ്ദാദാസിക്ക് ചെല്ലുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കണം, ഇത് ആര് ചൊല്ലിയതാ? നമ്മുടെ നാവിലൂടെ വരുന്ന ദിക്റ് ആരെ നാവിലൂടെ വന്നതാണ് എന്ന് നമുക്കൊന്ന് ഓർമ്മ വേണം. മഹാന്മാരുടെ നാവിലൂടെ വന്ന ദിക്റാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരെ അസ്റാറ് ഫുയൂലാത്ത് മദദ് നഫഹാത്തുകൾ അല്ലാഹു നമുക്കും ചൊരിഞ്ഞു തരുമാറാവട്ടെ. എല്ലാ ദിക്റുകളും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. പക്ഷെ ചൊല്ലുന്ന ദിക്റുകൾ പതിവാക്കി ചൊല്ലണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ചൊല്ലുന്ന ദിക്റുകൾ ജീവിതത്തിൽ എന്നും പതിവാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമുക്ക് അത്തരത്തിൽ ദിക്റുകൾ പതിവായി ചൊല്ലാൻ, അത് എത്ര കുറഞ്ഞതാണെങ്കിലും പതിവാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.